വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് നിങ്ങൾ സൗജന്യമായി കൊടുപ്പീനെന്ന് യേശു കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ അത് കൃപാവരമാണ്, രോഗികളെ സൗഖ്യമാക്കുന്നതാണ്, ദൈവത്തിൻ്റെ കൃപാദാനങ്ങളാണ്. ശരിയായിരിക്കാം, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് നിങ്ങൾ സൗജന്യമായി കൊടുപ്പീനെന്ന് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലുമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. നിങ്ങൾക്ക് ലഭിച്ച പാപക്ഷമ സൗജന്യമായി ലഭിച്ചതാണ്. ഫൊർഗീവ്നെസ് എന്ന വാക്ക് തന്നെ ഇംഗ്ലീഷിൽ ആ ഗിവ് എന്ന പദം അതിനകത്ത് വരുന്നുണ്ട്. ഫൊർഗീവ്നെസ്, നിങ്ങൾക്ക് ലഭിച്ച ദൈവം ദാനമായി തന്ന ഒന്നാണ് ക്ഷമ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ സൗജന്യമായി ലഭിച്ചതിനെ സൗജന്യമായി കൊടുക്കാൻ കഴിയണം. നിങ്ങൾക്കും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയണം. നിങ്ങൾ ക്ഷമിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം. നിങ്ങൾ കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ കരുതാൻ കഴിയണം. നിങ്ങൾ ദൈവത്താൽ കരുതപ്പെട്ടവരാകയാൽ. എന്നെ കേൾക്കുന്നവരെ, അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ പോലും, അല്ലെങ്കിൽ ശിഷ്യന്മാർ യേശുവിനോട്, ഞങ്ങളെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ച അതിപ്രസിദ്ധമായ, ലോകപ്രസിദ്ധമായ ആ പ്രാർത്ഥന മത്തായി 6:12 എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരാണെങ്കിൽ മാത്രമേ ഞങ്ങളും ക്ഷമ അർഹിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ ആ ക്ഷമ ഞങ്ങളും അർഹിക്കുന്നുള്ളൂ. ഇത് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവ് വളരെ വ്യക്തമായി ഇത് പഠിപ്പിച്ചിരിക്കുന്നു. അവർക്ക് ന്യായവിധി, അങ്ങനെ ക്ഷമിക്കാത്തവർക്ക് അവരിനി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും, എക്സ്ക്യൂസ് പറഞ്ഞാലും, ഇങ്ങനെയൊക്കെ പാസ്റ്റർമാരൊക്കെ ബ്രദർമാരൊക്കെ ഇങ്ങനെയൊക്കെ പറയുമെന്നേ എന്ന് പറഞ്ഞ് ഇവനെയൊക്കെ എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞു പോയാലും നിന്നെ ഒരു വലിയ ജഡ്ജ്മെന്റ് കാത്തിരിപ്പുണ്ടെന്നുള്ള സത്യത്തെ വിസ്മരിച്ച് കളയരുത്. ദയവായി തൊഴുകയോടെ സ്നേഹത്തോടെ ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്, ക്ഷമയെന്ന് പറയുന്നത്, അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചവനാണ്. പ്രാർത്ഥന പോലും സ്വർഗത്തിലെത്തണമെങ്കിൽ, പ്രാർത്ഥന പോലും പ്രാധാന്യതയുള്ളതായി തീരണമെങ്കിൽ, പ്രാർത്ഥന പോലും വാല്യുബിളായി തീരണമെങ്കിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നിന്റെ യാഗവസ്തു നീ യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുന്നതിനു മുൻപ് നീ അവനുമായി നിരന്നതിന് ശേഷം, ക്ഷമ പറഞ്ഞതിന് ശേഷം നീ യാഗപീഠത്തിലേക്ക് വരിക എന്ന് യേശു കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാധിക്കുന്നതിനൊക്കെ മുമ്പ്, കൈയടിക്കുന്നതിനും അന്യഭാഷ പറയുന്നതിനും ഒക്കെ മുൻപ്, ഉച്ചത്തിൽ ഹല്ലേലൂയ പറയുന്നതിനൊക്കെ മുൻപ്, എവിടെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ക്ഷമിക്കുവാൻ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. കർത്താവോട് പറയും, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ എങ്ങനെയാണോ ക്ഷമിച്ചത്, സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ കടങ്ങളെയും ദോഷങ്ങളെയും ആ നിലയിൽ ക്ഷമിക്കും. മത്തായി 18:35 ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യുമെന്ന് പറഞ്ഞത് യേശു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. മത്തായി 6:12 വരുമ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മോഡലിൽ യേശു കർത്താവ് അത് വ്യക്തമാക്കുന്നു, പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഫൊർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? The forgiveness mean the freedom to let go. നമ്മളെ സ്വതന്ത്രമായി വിട്ടയക്കുന്ന ഒന്നാണ്, ക്ഷമിക്കപ്പെട്ട് വിട്ടയക്കുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ഫൊർഗീവ്നെസ് എന്ന വാക്കുകൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. ഈ കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ. വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച സ്ത്രീയെ ദേവാലയത്തിന്റെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തി മോശയും ന്യായപ്രമാണവും ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ പറയുമ്പോൾ, ഗുരുവേ, അവിടുന്ന് എന്താണ് പറയുന്നത് എന്നുള്ള ചോദ്യത്തിന്റെ മുൻപിൽ, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ യേശു ആ സ്ത്രീയോട് പറയുന്നുണ്ട്. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവരെവിടെ? നിനക്കാര് ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, എൻ്റെ ക്ഷമ നിന്നിൽ വന്നിരിക്കുന്നു, പോക,
ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. അവിടെ ആ പോക എന്ന പദം കണ്ടോ? ഗോ എന്ന പദം കണ്ടോ? ഗോ ആൻഡ് സിൻ നോ മോർ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വിട്ടയക്കുക എന്നുള്ളതാണ്. ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചുവെങ്കിൽ, കർത്താവ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചുവെങ്കിൽ, യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം നിങ്ങളുടെ പാപങ്ങളെ കഴുകി നിങ്ങളെ വിശുദ്ധീകരിച്ചെങ്കിൽ, നിങ്ങൾക്ക് പാപക്ഷമ നൽകി അവൻ നിങ്ങളെ സ്വതന്ത്രരാക്കി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാരണം അക്ഷമ എന്ന് പറയുന്നത് ഒരു തിന്മയാണ്, ഒരു പാപമാണ്, കയ്പിൻ്റെ വേരാണ്. അത് നിങ്ങളെ ബന്ധിക്കുന്ന ഒരു ചങ്ങലയാണ്. ആ ചെങ്ങലകൾ നിങ്ങളെ ബന്ധിച്ചിരിക്കുമ്പോൾ, നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം, ക്ഷമിക്കപ്പെടാത്ത തിന്മകൾ നിമിത്തം നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ, യേശു കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം നിങ്ങളിലേക്ക് ഒഴുകി നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുന്നത് നിമിത്തം ദൈവികമായ ഒരു ക്ഷമ നിങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ, അവിടെ നിങ്ങൾ അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്വാതന്ത്ര്യമാണ്. അതാണ് യോഹന്നാൻ 8:36 പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ എവിടെയാണ് സ്വാതന്ത്ര്യം വരുത്തിയത്? രാജ്യത്തിനല്ല സ്വാതന്ത്ര്യം വരുത്തിയത്. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല, പാപിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. പുത്രൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപിയെ അവന്റെ പാപബന്ധനത്തിൽ നിന്ന് വിടുവിച്ച്, അവന്റെ പൈശാചിക ബന്ധനത്തിനെ പൊട്ടിച്ച്, ഒരു പുതിയ ജീവിതത്തെ അവന് കൊടുത്തുകൊണ്ട്, പാപക്ഷമ നൽകിക്കൊണ്ട് അവനെ സ്വതന്ത്രനാക്കുമ്പോഴാണ് പുത്രനിലുള്ള സ്വാതന്ത്ര്യം അവൻ അനുഭവിക്കുന്നത്. ഇവിടെ വർഷങ്ങളായി പാപജീവിതം നയിച്ച ഈ സ്ത്രീ ദേവാലയത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ, ലോകം മുഴുവൻ അവളെ വിരൽ ചൂണ്ടുമ്പോൾ, യേശു കർത്താവ് അവളോട് പറയുന്നു, പോകാ. ആമീൻ. പോകാ, ഗോ എന്ന പദം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി പാപം ചെയ്യരുത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, മകളെ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ forgiveness എന്ന് പറഞ്ഞാൽ തന്നെ, ക്ഷമിക്കപ്പെടുക, ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം the freedom to let's go, മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. ബന്ധനത്തിൽ നിന്ന്, കെട്ടുകളിൽ നിന്ന് എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ വിടുവിച്ചു എന്ന്